Good morning. Myself Varsha and I'm here to discuss about reorganization of capital through surrender of shares. Well, before going through this section, just recall our previous section, that is we were discussing about internal reconstruction and methods of internal reconstruction. Simply, internal reconstruction means making some changes in the capital structure of an existing company. And there are three methods of internal reconstruction. എന്തൊക്കെയായിരുന്നു? Alteration of share capital, പിന്നെ reduction of share capital, and last one ആണ് reorganization of capital. ഇത് മൂന്നും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ രശ്മിത പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ 9ഓളം രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റീഓർഗനൈസ് ചെയ്യാം. അതിൽ 8ഓളം രീതികൾ രശ്മിത ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ 9ാമത്തേതാണ് ഞാൻ പറയാൻ പോകുന്നത്, അതായത് റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ത്രൂ സറണ്ടർ ഓഫ് ഷെയർസ്. വെൽ, what is surrender of shares? Sometimes reorganization of capital is done through surrender of shares. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ മെത്തേഡിൽ തന്നെ 9ഓളം രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ റീഓർഗനൈസ് ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ. അത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരത് ഏത് രീതിയിലായിരിക്കും റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രീതി യൂസ് ചെയ്യും. ഇനി അവർ സറണ്ടർ ഓഫ് ഷെയർസിലൂടെയാണ് അവർ റീഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ മെത്തേഡിൽ എന്താ ചെയ്യുക വെച്ചാൽ, അണ്ടർ ദിസ് മെത്തേഡ് ഷെയർസ് ആർ സബ് ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് സ്മോളർ ഡിനോമിനേഷൻസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ആസ്ക്ഡ് ടു സറണ്ടർ എ പാർട്ട് ഓഫ് സച്ച് ഷെയർസ് ടു ഫെസിലിറ്റേറ്റ് റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ. എന്താണ് ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഞ്ഞു ഷെയർസ് ആക്കും. കുഞ്ഞു ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേസ് വാല്യൂ കുറവുള്ള ഷെയർസ് ആക്കിയിട്ട് നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടും. അങ്ങനെ ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ അതിൽ നിന്ന് ഇത്ര % സറണ്ടർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഒരുപാട് കൊടുക്കാനുണ്ട്, പേയ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പറയും, ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത്രത്തോളം പൈസ തരാൻ പറ്റില്ല, അതുകൊണ്ട് ഇത്ര പോർഷൻ ഞങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് തരാം എന്ന് പറയും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സും ദാറ്റ് ഈസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇതിനെ സമ്മതിക്കുകയും നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കമ്പനി പറയും, നിങ്ങൾ ഇത്ര പോർഷൻ ഷെയർ സറണ്ടർ ചെയ്യണമെന്ന്. അങ്ങനെ സറണ്ടർ ചെയ്ത ഷെയർസ് നമ്മൾ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? ഇത്തരത്തിലുള്ള ലാബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ, പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതാണ് സറണ്ടർ ഓഫ് ഷെയർസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഷെയർസ് ആക്കിയിട്ട് അതിൽ നിന്ന് ഇത്ര % ഷെയർസ് അവരെടുത്ത് സറണ്ടർ ചെയ്യാൻ പറയും. എന്നിട്ട് ആ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും? റീഇഷ്യൂ ചെയ്യും. ആർക്ക്? ലാബിലിറ്റീസ് പോലെ, ക്രെഡിറ്റേഴ്സ് പോലെയുള്ള ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതെന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ്. ഈ പ്രോസസ്സിൻ്റെ ജേർണൽ എൻട്രീസ്, അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഷെയർസ് സറണ്ടർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഷെയർസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, സബ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഫോർ സബ് ഡിവിഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് അതിനുള്ള ജേർണൽ എൻട്രിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ബ്രാക്കറ്റിൽ ഓൾഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് താഴെ ഫുട് നോട്ടിൽ നോക്ക്, 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്. നമ്മുടെ കമ്പനിയിൽ 20,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. എത്ര രൂപയുടെ? ഫേസ് വാല്യൂ 100 രൂപ വരുന്നത്. അപ്പം നമ്മുടെ അഗ്രിഗേറ്റ് ക്യാപിറ്റൽ എത്രയാ? 20 ലക്ഷം. ഓക്കെ, ഷെയർ സറണ്ടർ ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മൾ കമ്പനി പറയുകയാണ്, നമ്മൾ ഈ ഷെയർ 5 രൂപയുടെ ഷെയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഫേസ് വാല്യൂ 100 രൂപയുള്ള ഷെയർസിനെ നമ്മൾ 5 രൂപയുടെ ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 100 രൂപയുടെ ഒരു ഷെയർ കയ്യിലുള്ള ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ ഇപ്പോൾ 20 ഷെയർ ഉണ്ട്. എത്ര രൂപയുടെ? 5 രൂപയുടെ 20 ഷെയർ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്പർ ഓഫ്
ഷെയർസ് എന്തായി, ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡിൽ 100 രൂപയുടെ ഫേസ് വാല്യൂ വരുന്ന ഷെയറും ന്യൂവിൽ 5 രൂപയുടെ ഫേസ് വാല്യൂ വരുന്ന ഷെയറും അഗ്രിഗേറ്റ് വരുമ്പോൾ സെയിം എമൗണ്ട് ആയിരിക്കും, 20 lakh തന്നെയായിരിക്കും. ഓക്കെ, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും. ഓക്കെ, അപ്പോൾ സബ് ഡിവിഷൻ നടത്തുമ്പോൾ ജേർണൽ എൻട്രി ആണിത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അടുത്തത് എന്താണ്, സറണ്ടർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഓൺ സറണ്ടർ ഓഫ് ഷെയർസ്. ഓക്കെ, നമ്മൾ ഷെയർ സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത പ്രോസസ്സ് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ സറണ്ടർ ചെയ്യണം. അപ്പോഴുള്ള ജേർണൽ എൻട്രി ആണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട്. ഇവിടെ താഴെ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കമ്പനി പറയാണ് നിങ്ങളുടെ ഷെയറിൽ നിന്ന്, അതായത് 90% ഓഫ് ദ ഷെയർസ് നിങ്ങൾ എന്ത് ചെയ്യണം, സറണ്ടർ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അഗ്രിഗേറ്റ് ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. 20 ലക്ഷത്തിൻ്റെ 90% എന്ത് ചെയ്യണം, നിങ്ങൾ സറണ്ടർ ചെയ്യണം. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ 90% എന്ന് പറയുമ്പോൾ 18 ലക്ഷം എന്ത് ചെയ്യണം, സറണ്ടർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു സറണ്ടേർഡ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഷെയർ സറണ്ടർ ചെയ്യിപ്പിച്ചത്, റീ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, റീ ഇഷ്യൂ ചെയ്യാം. അപ്പോഴുള്ള ജേർണൽ എൻട്രി ആണ് നോക്കേണ്ടത്. ഓക്കെ, ഓൺ റീ ഇഷ്യൂ ഓഫ് സറണ്ടേർഡ് ഷെയർസ്. അപ്പോഴുള്ള ജേർണൽ എൻട്രി ആണ് സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സറണ്ടർ ചെയ്തത്, റീ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് സറണ്ടേർഡ് ഷെയർസ് എത്രയായിരുന്നു, 18 ലക്ഷം. 18 ലക്ഷത്തിൽ നിന്ന് 2,50,000 തത്തുല്യമായ ഷെയർ എന്ത് ചെയ്യുക, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുക, റീ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉള്ള ജേർണൽ എൻട്രി ആണ് സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, സറണ്ടേർഡ് ഷെയർസ് എല്ലാം തന്നെ നമ്മൾ റീ ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ബാലൻസ് വരുന്നത് എന്ത് ചെയ്യും, ബാലൻസ് വരുന്ന സറണ്ടേർഡ് ഷെയർസിന് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അതിനുള്ള എൻട്രി ആണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 18 ലക്ഷമാണ് സറണ്ടർ ചെയ്തത്. അതിൽ 2,50,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തത്. ബാക്കി വരുന്ന എമൗണ്ട് അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്, അതല്ല നിങ്ങളെ മനസ്സിലെ ക്വസ്റ്റ്യൻ. യെസ്, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ സെക്ഷനിൽ പറയും. ബിഫോർ ദാറ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ബാലൻസ് ഓഫ് സറണ്ടേർഡ് ഷെയർസ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് 18 ലക്ഷത്തിൽ നിന്ന് 2,50,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത് ബാക്കി വരുന്ന എമൗണ്ട് ഇല്ലേ, അത് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി അടുത്തതാണ്, എന്താണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. The capital reduction account is a temporary account opened in order to carry out the internal reconstruction. When the scheme is carried out, the account is closed. അതായത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഈ അക്കൗണ്ടും ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, the capital reduction account represents the sacrifice made by the shareholders, debenture holders, creditors. അങ്ങനെ ഓരോരുത്തരും സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഈ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ എമൗണ്ട് ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, so this sacrifice amount is credited to this account. This amount, the amount available in this account is utilized to write off losses. Okay, അങ്ങനെ ഈ അക്കൗണ്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ എല്ലാ ബാധ്യതകളും എന്ത് ചെയ്യും, പേ ഓഫ് ചെയ്യും. ഇനി എല്ലാ ബാധ്യതകളും തീർത്തിട്ടും ബാലൻസ് വരികയാണെങ്കിലോ അപ്പം എന്താ ചെയ്യുക, അങ്ങനെ എല്ലാ ബാധ്യതകൾ തീർത്തിട്ടും ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ബാലൻസ് വരികയാണെങ്കിൽ, ഇഫ് എനി ബാലൻസ് ഇസ് ദെയർ
that balance is transferred to capital reserve account. മാറിപ്പോരുത്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ബാലൻസ്, അതായത് എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്തിട്ടും ഉള്ള ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഈ കാര്യം എങ്ങനെ ജേർണൽ എൻട്രിയിലൂടെ പറയാൻ നോക്കാം. ഓക്കെ, നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഉള്ള സാക്രിഫൈസ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ഇനി ആ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യുക, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നടത്തുക. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഓവർ വാല്യൂഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള എല്ലാ അക്യുമുലേറ്റഡ് ലോസസും അതുപോലെയുള്ള എല്ലാ ലാബിലിറ്റീസും നമ്മൾ ഈ അക്കൗണ്ടിലുള്ള എമൗണ്ട് വെച്ചിട്ട് പേ ഓഫ് ചെയ്യും. എന്നിട്ടും ബാലൻസ് വരികയാണെങ്കിൽ ലാസ്റ്റ് അതാ ബോൾഡ് ലെറ്ററിൽ ഞാൻ കാണിച്ചിരിക്കുന്ന എൻട്രി ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ബാലൻസ് ഇഫ് എനി, എന്നിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അങ്ങനെ എല്ലാ ലാബിലിറ്റീസും കൊടുത്ത് എല്ലാ അക്യുമുലേറ്റഡ് ലോസസും അതുപോലെയുള്ള എല്ലാ ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഒക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കമ്പനി നല്ല ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, ഫിനാൻഷ്യലി റോബസ്റ്റ് ആയിട്ടുള്ള, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത് തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാനും അത്തരത്തിലുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ കമ്പനി അതൊരു ഹാപ്പി എൻഡിലേക്ക് വരും, അതായത് എല്ലാ രീതിയിലും നമ്മുടെ കമ്പനി സ്റ്റേബിൾ ആവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഡിസ്കഷൻ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. താങ്ക് യു.